നമസ്കാരം. വിസ്ഡം ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളിലേക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ടീച്ചേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഗൂഗിൾ ഫോമിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയിൽ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ ഞാനിവിടെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയോടനുബന്ധിച്ച് നടത്തിയ ഒരു ക്വിസ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു ഗൂഗിൾ ഫോമാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ആപ്ലിക്കേഷൻ ഫോർ ദ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ക്യൂസ് കോമ്പറ്റീഷൻ കണ്ടക്റ്റഡ് ബൈ സെൻറ്റ് അൽഫോൺസ സ്കൂൾ കീഴനല്ലൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, ക്ലാസ് എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ആഡ് ഓൺ ബട്ടണാണ്. ഇവിടെ ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആഡ് ഓൺസ് വരും. നമ്മൾ അതിൽ നിന്നും certify'em എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിരിക്കുന്ന കാരണം എനിക്കിപ്പം ഡയറക്റ്റ് അതിൽ വരും. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ആഡ് ഓൺസ് കാണാം. അതിൽ certify'em സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ എനേബിൾ certify'em ഇൻ ദിസ് ക്യൂസ് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഈ certify'em എനേബിൾ ആകാനായിട്ട് നമ്മളോട് പറയുന്നു. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ certify'em എനേബിൾ ആക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഇവിടെ സ്റ്റേറ്റസ്, റെക്കോർഡ്സ്, പാസിംഗ്, ടെംപ്ലേറ്റ്, കോട്ട, മോഡ് ഇങ്ങനെയുണ്ട്. ഇതിൽ സ്റ്റേറ്റസ് നമ്മൾ ഓണാക്കിയിടണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കേഷൻ മോഡ് ഓണായി വരുന്നത്. പിന്നെ ഇവിടെ പാസിംഗ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് 0% കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ക്വിസായിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്തിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിന് മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 80% ഇപ്പോൾ മാത്രം കറക്റ്റ് ആൻസേഴ്സ് കൊടുത്ത കുട്ടികൾക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് പാസിംഗ് പെർസെൻറ്റേജ് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഗോൾഡൻ ടെംപ്ലേറ്റ് അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ മോഡൽ റെഡിയാക്കാവുന്നതാണ്. കുറേ മോഡൽ ഇവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യണമെങ്കിൽ ഇവിടെ യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റിൻ്റെ മോഡലുകൾ ഗൂഗിളിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാം. നമ്മളിവിടെ ഒരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ സ്ലൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ ഫോം ചെയ്ത പോലെ തന്നെ ഗൂഗിൾ സ്ലൈഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. നമ്മളവിടെ ഗോ ടു ഗൂഗിൾ സ്ലൈഡ് പേഴ്സണൽ ക്ലിക്ക് ചെയ്തു. അവിടെ നമ്മളൊരു ബ്ലാങ്ക് പേപ്പർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് തീംസ് കാണാം. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ഗൂഗിളിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് മുകളിലുള്ള ഈ ബാറിൽ നിന്നും ഇൻസേർട്ട് ഇമേജ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളത് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ഫോൾഡർ എടുക്കുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. ഇത് നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഫില്ലാക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കവിഞ്ഞു പോരുത്. ഈ ഒരൊറ്റ പേജിൽ നിൽക്കണം. ഒരു ടെംപ്ലേറ്റ് ഒറ്റ പേജിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാം. അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൽ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതിൽ സൈസ്
റീഅറേഞ്ച് ചെയ്യാനും ബോൾഡ് ആക്കാനായിട്ടൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യും. ഇവിടെ എഗെയിൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു സാധാ സർട്ടിഫിക്കറ്റിൽ കാണുന്ന പോലുള്ള ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് ഈ ഒരു സ്പേസ്, കുട്ടിയുടെ നെയിം വരുന്ന സ്പേസ്, ഓഫ് ക്ലാസ്, പിന്നെ ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജനറൽ ക്യൂസ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ എൻവയോൺമെൻറ്റ് ഡേ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്പേസിൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് കൃത്യമായിട്ട് ആ പേര് ടൈപ്പ് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട എന്താണെന്നുള്ളത് നമുക്കിവിടെ നമ്മുടെ certify'emൽ കാണാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബ്ലാങ്ക് ക്യൂബ്സ് എന്ന് പറയുന്ന നമ്മൾ ആ ഫ്രണ്ട് പോർഷനിലോട്ട് വരുന്നു. ഇവിടെ താഴെയായിട്ട് പ്രിവ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം. ഇവിടെ സീ ഹിയർ ഫോർ ഇൻസ്ട്രക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ താഴെയായിട്ട് മെർജ് ടാഗ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ കുട്ടിയുടെ നെയിമാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ നെയിം കളക്ട് ചെയ്യുന്ന ഭാഗത്ത് കുട്ടിയുടെ പേര് കൃത്യമായി വരാൻ വേണ്ടിയിട്ട് ഈ ടാഗ് നമ്മൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രസൻറ്റേഷനിൽ ആ ഭാഗത്ത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കൃത്യമായിട്ട് പേരിൻ്റെ അവിടെ ടാഗ് ലൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ക്ലാസ് ആണ്, കുട്ടിയുടെ ക്ലാസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അതർ ഐഡൻറ്റിഫയർ ആണ്. ഈ ഒരു ടാഗാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കൃത്യമായി കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ പേരിൽ കുട്ടിക്ക് ലഭിക്കത്തുള്ളൂ. കുട്ടികളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതർ ഐഡൻറ്റിഫയർ 2 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ഏത് ടാഗ് ലൈനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ടെംപ്ലേറ്റ്സിൽ പോയി നോക്കുക. ശേഷം അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പൂർണ്ണ രൂപം വരണമെങ്കിൽ നമുക്കിവിടെ ഒരു സിഗ്നേച്ചർ, സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ സൈൻ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പം അതനുസരിച്ച് എന്ത് മാറ്റങ്ങൾ വേണേലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. റീസൈസ് ചെയ്തുകൊണ്ട് സീലും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ആധികാരികത വരും. അപ്പം അതുപോലെ നമുക്ക് സിഗ്നേച്ചറും ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആവും. നമ്മൾ വീണ്ടും ബ്ലാങ്ക് ക്യൂബ്സിലേക്ക് വരുന്നു. ബ്ലാങ്ക് ക്യൂബ്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ടെംപ്ലേറ്റിൽ നമ്മൾ കസ്റ്റം ടെംപ്ലേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് എടുക്കുന്നു. നമ്മൾ വേണ്ട മാറ്റങ്ങളോടുകൂടി നമ്മുടെ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് ന്യൂ ഫയൽ എന്ന പോർഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ സ്ലൈഡിൽ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഇനി ടെംപ്ലേറ്റിൻ്റെ ഭാഗത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സേവ് ചേഞ്ചസ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കുട്ടിക്ക് ഈ രീതിയിലായിരിക്കും ഫോം കിട്ടുക. അപ്പോൾ കുട്ടിയുടെ മെയിൽ ID ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ മെയിലിലോട്ടായിരിക്കും സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയിട്ട് വരിക. നമ്മൾ ഗൂഗിൾ ഫോമിൽ സെൻഡ് ചെയ്ത പോലെ തന്നെ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലിങ്ക് എടുത്ത് നമ്മൾ കോപ്പി ചെയ്ത് വാട്സപ്പിലൂടെ മറ്റുമൊക്കെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത ഈ ലിങ്കിലൂടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്താൽ ഉടൻ തന്നെ കുട്ടിയുടെ ഇമെയിലിലോട്ട് സർട്ടിഫിക്കറ്റ് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ആ വരുന്ന സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ പേരിൽ എൻ്റെ മെയിലിലോട്ട് തന്നെയാണ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ മെയിലിലോട്ട് സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നോക്കാം. കണ്ടോ, ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് നമ്മുടെ പേര് വരും, ക്ലാസ് കൃത്യമായിട്ട് കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.